നിധി 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 തൊട്ടുപോരുത്. സോറി, പറ്റിപ്പോയി. ഗതികേടുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരു സംരംഭം തുടങ്ങി. നിധി കേക്ക്, അത് വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ നിന്നോട് ഞാൻ ഒരുപാട് തവണ പറയണമെന്ന് വെച്ചോ, പക്ഷെ പേടിയുണ്ട് നിധി, പേടിയുണ്ട് മാത്രം. നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും കുടുംബക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാ ഈ കല്യാണം നടത്തിയത്? നിധി ഞാൻ പറഞ്ഞോ? ഞാൻ എന്തേലും പറഞ്ഞോ? അവര് പറഞ്ഞു എന്നെ പ്ലീസ്. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ ആ സ്ത്രീ എന്തൊക്കെ വേഷം കെട്ടിട്ടാ ഈ കല്യാണം നടത്തിയത്? 70,000 രൂപ ശമ്പളം, അല്ല 80,000. എത്ര നിനക്ക് ശമ്പളം? ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞു വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യല്ലേ നിധി, പ്ലീസ്. ആ സ്ത്രീ നിങ്ങളുടെ അമ്മയാണ്. എന്നോട് ഇഷ്ടമാണെങ്കിൽ പണ്ടേ പറഞ്ഞതാ. അത്ര ആലോചിച്ച് നീ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളത്. ഞാൻ അറിഞ്ഞതൊക്കെ എനിക്ക് നിങ്ങളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിധി? 10-20 കൊല്ലം എന്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ വീടും കാറും. അല്ല, നിങ്ങൾക്കൊരു കാറുണ്ടല്ലോ, ആ ഒരു പാട്ട് അംബാസിഡർ, അത് ഇതുവരെ ഒരിക്കലെങ്കിലും സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? ഉണ്ട്, 1-2 തവണ അടിച്ചാൽ സ്റ്റാർട്ട് ആവും. അതിനേക്കാൾ നല്ലതൊരു കുഴി കുത്തിട്ട് അതിനുള്ള കുഴിച്ചു കൊടുന്ന. അല്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ഒരു കോപ്പിലെ ദാസനും വിജയന് കളി. ദാസനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. എന്താ പറഞ്ഞാല്? ദാസനെ പറ്റി നീ പ്ലീസ്. അന്നിവിടെ വന്നേ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയില്ല നിധിക്ക്. ദയവ് ദാസനെ പറ്റി ഒന്നും പറയരുത്. ഒരു ചെമ്പ് നിറച്ചും ബിരിയാണി കഴിച്ചിട്ട് അന്ന് പോയതാ എന്നെയും കുറ്റം പറഞ്ഞു. ഇതുവരെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് ഒന്നും ചിക്കൻ കറിയാ വെച്ച്. പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന്റെ പേരിൽ നിധി പ്ലീസ് കണക്ക് പറയല്ലേ നിധി, പ്ലീസ്. കല്യാണം കഴിഞ്ഞ അന്ന് ഓടാൻ പോയതാ, എന്നിട്ട് ഇതുവരെ ഈ വീടിന് പുറത്ത് കിടന്നിട്ടുണ്ടോ ഒന്ന് ഓടാൻ വേണ്ടിട്ട്? ഈ വാതിലിൽ കൂടെ നിങ്ങൾക്ക് ചെറിഞ്ഞല്ലാതെ കയറാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ഞാനിപ്പോ ആ വഴിനല്ലേ വന്നത്, എനിക്കൊരു കുഴപ്പമില്ല. എന്റെ അച്ഛന്റെ കാശ് പഠിച്ച് തിന്നതും പോരാ, നാണോ ഇല്ലാതെ നിന്ന് ഡയലോഗ് അടിക്കും. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, പറഞ്ഞു തീർക്കുന്നില്ല. പറയാൻ തന്നെ വരുന്നേ. ഇതിനേക്കാളും ഭേദം നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും കൂടെ കക്കാൻ പോകുന്നായിരുന്നു. കാര്യം എന്താണ് ഞങ്ങളുടെ കുടുംബക്കാർക്ക്? നീ കുറെ നേരം സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് പോടി. കുറെ നേരം എന്റെ കുടുംബക്കാരെ പറയണേ. എന്താടി? കൈയെടുക്ക ബി. കൈയെടുത്തില്ലെങ്കിൽ കൈയെടുക്ക ബി. ചേരാടി. ഇതാണോ കരാട്ടെ?